ഒറാക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതായിരുന്നു? നിങ്ങളുടെ അടുത്ത് ഇന്ന് നിങ്ങളുടെ വ്യക്തി കള്ളം പറയുമോ? ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സണിൻ്റെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയുള്ളതായിരുന്നു? തേർഡ് പേഴ്സണിന് തിരിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? ഇത്രയും കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിലൂടെ അറിയാൻ സാധിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. ടൈംലെസ് റീഡിങ്ങും കൂടാണ്. എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു ധാരണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നം ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്, തേർഡ് പാർട്ടി കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്തതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, നിങ്ങളുടെ മണി ബ്ലോക്കേജ്, കരിയറിലുള്ള പ്രശ്നം, ഇതിനെല്ലാം പരിഹാരമായിട്ട് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് ജപിച്ച് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റ്സ് ആണ് നൽകുന്നത്. നിങ്ങളുടെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് ധരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള ആ ഒരു തേർഡ് പേഴ്സണിനെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തന്നെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യത്തിനും റീഡിങ്ങിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഉള്ളിൽ കൊടുത്ത കൈവശം മാറാനും റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള പ്രശ്നത്തിനും സോൾവ് ചെയ്യാനും ഒക്കെ പൂജിച്ച് ജപിച്ച് തയ്യാറാക്കിയ ഭസ്മവും സിന്ദൂരവും ലഭ്യമാണ്. അതിൻ്റെ ആവശ്യത്തിനായിട്ടും വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 2 of Wands, 6 of Wands, the Hanged Man, the Lovers card, the Star card, 8 of Pentacles, 5 of Pentacles, 2 of Cups, the Hermit card, Knight of Swords. ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ഉറപ്പായിട്ടും തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി കണ്ടിട്ടുണ്ട്, അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് നിസ്സാരമായിട്ടല്ല, സ്നേഹമായിട്ടുള്ള ഒരു സംസാരം തന്നെയാണ് അവരുടെ ഇടയിൽ ഉണ്ടായത് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ പുതിയൊരു കാര്യം ഇന്നത്തെ ദിവസം നടന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിനെ കൂടാതെ മറ്റൊരു ബന്ധത്തിന് ഇവിടെ തുടക്കം സൃഷ്ടിച്ചതായിട്ടും കാണുന്നുണ്ട്. അതായത് വേറെ ഒരു വ്യക്തിയുടെ അടുത്ത് പുതിയൊരു അട്രാക്ഷൻ തോന്നിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതൊരു പക്ഷേ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഒരു ഗ്രാജുവലി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് നാളിനുള്ളിൽ മാത്രമേ ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. പുതിയ വ്യക്തി ആരാണെന്ന് കുറച്ച് നാളിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇനി വരുന്ന അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് സംസാരിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ തേർഡ് പേഴ്സൺ എന്തോ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പേഴ്സൺ എന്തോ സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പേഴ്സൺ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തി അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ തേർഡ് പേഴ്സണിനെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ഏതോ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് ഇന്ന് പറയും, അല്ലെങ്കിൽ പറഞ്ഞതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ വരെ ലൈഫ് ലോങ് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര വില കൊടുത്തിട്ടും നിലനിർത്താൻ നിങ്ങളുടെ വ്യക്തി ട്രൈ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കും തേർഡ് പേഴ്സണിനും തമ്മിൽ തോന്നിയിരിക്കുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ്. ഇവിടെ ഇന്നത്തെ ദിവസം അവർ ഒരുപാട് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ മനസ്സ് തുറന്ന് ശരിക്കും ഒരു ഓപ്പൺ സംസാരമാവാം എന്നാണ് ഇവിടെ കാണുന്നത്. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതായത് അവർ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. അവർ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ഒരു മാരേജ് ലൈഫ്, ഒരു ലിവിങ് ടുഗെദർ എന്നൊക്കെ അവർ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ജസ്റ്റ് ചുമ്മാതെ ഇങ്ങനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ
നിങ്ങൾ പല കാര്യങ്ങൾക്കും ഇവിടെ എതിരായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണിനെ പല കാര്യത്തിനും നിങ്ങൾ വാൺ ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഒളിച്ച് നിങ്ങൾ അറിയാത്ത, നിങ്ങൾക്കിഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം ചെയ്യുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവാം, ഈ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് അവർ പൈസ കൊടുക്കുന്നുണ്ടോ, സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ട് നിരവധി തവണ നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവാം. ഇവിടെ ഒരുപാട് തവണ നിങ്ങളുടെ വ്യക്തി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികം കൊടുക്കുന്നില്ല, എല്ലാം നിങ്ങളുടെ തോന്നലാണ്. അതിനെ ചൊല്ലി നിങ്ങൾ ഒരുപാട് കലഹങ്ങൾ ഉണ്ടാക്കിയതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെ മറിച്ചിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തി സാമ്പത്തികം കൊടുത്ത് ഇന്നത്തെ ദിവസം സഹായിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് ചെറിയ രീതിയിലല്ല സാമ്പത്തികം കൊടുത്തിരിക്കുന്നത്, വലിയ രീതിയിൽ തന്നെ വലിയൊരു തുകയായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇന്നത്തെ ദിവസം ഇപ്പം നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു കോൺടാക്റ്റിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലെസ് കോൺടാക്റ്റിൽ ഇരിക്കുകയാണ്. പക്ഷെ സഡൻലി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് പൈസയുടെ കാര്യം വല്ലതും ചോദിക്കുകയോ പറയുകയോ അവർക്ക് ആവശ്യമുണ്ട് എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തത്. പക്ഷെ അവർക്ക് തന്നെ അറിഞ്ഞൂടല്ലോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു തകർച്ചയിലേക്ക് അവർ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളത്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ സ്നേഹം, ഇന്നത്തെ ദിവസം തേർഡ് പേഴ്സൺ വളരെ കഷ്ടത്തിലാണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ഈ ഒരു തേർഡ് പേഴ്സണിന് അവർ ചോദിച്ചതെല്ലാം അവരുടെ കാൽക്കൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നതിനപ്പുറം ഒരു സ്നേഹം ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കും എന്നാണ്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. എന്നത്തെ ദിവസമാണെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സൺ അവരുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണിനെ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സോപ്പിട്ട് സംസാരിക്കുക, നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സ് മാറ്റുക, ഒരുപാട് സ്നേഹം നിറഞ്ഞ മധുരം, ഒരു ഷുഗർ കോട്ടിംഗ് ആയിട്ടുള്ള സംസാരിക്കുക. ഇവിടെ തേർഡ് പേഴ്സണിൻ്റെ പല ആവശ്യങ്ങളും നിങ്ങളുടെ പേഴ്സണിനെ വെച്ചിട്ട് നിറവേറ്റുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തേർഡ് പേഴ്സണിൻ്റെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ അവരെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് കാണുന്നത്. അതായത് അവരവരുടെ ഹെൽത്ത് കെയർ ചെയ്യുന്നു, അവരുടെ സൗന്ദര്യം സൂക്ഷിക്കുന്നു, അവരുടെ സാമ്പത്തികം അവർ ചിലവാക്കാതെ വെക്കുന്നു. ഇവിടെ ആക്ച്വലി നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സണിന് സാമ്പത്തികം ഉണ്ട്, അവരുടെ കയ്യിൽ നിന്ന് ആക്ച്വലി സാമ്പത്തികം ഉണ്ട്. എന്നിരുന്നാൽ തന്നെ അവർ അത് യൂസ് ചെയ്യാതെ നിങ്ങളുടെ പേഴ്സണിൻ്റെ സാമ്പത്തികമാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം അത് തന്നെയാണ് കാണുന്നത്. നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാശ് മുടക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമയായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണുന്നത്. സ്വന്തം കാര്യം നടക്കാനായിട്ട് മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്താനും ഈ ഒരു തേർഡ് പേഴ്സൺ മടിക്കാത്ത സ്വഭാവമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ, ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ ഒരു 2 ഓപ്ഷൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ആ ഓപ്ഷൻസ് നിങ്ങളും ഈ ഒരു തേർഡ് പേഴ്സണും ആവാം, അല്ലെങ്കിൽ തേർഡ് പേഴ്സണും വേറെ ഒരു വ്യക്തിയുമാകാം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സണിനേക്കാൾ കൂടുതൽ തേർഡ് പേഴ്സൺ 2-3 പേരുണ്ടാവാം. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയും നിങ്ങളുമാകാം. ഇവിടെ എന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയിൽ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഒരു 2 പേഴ്സൺ ഇവർ ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെ തിരഞ്ഞെടുക്കണം, ഭാവിയിൽ ആരെ തിരഞ്ഞെടുക്കണം, ആരുടെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പേഴ്സണിനെ സ്നേഹിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി സ്പെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാം, കുറച്ച് നേരം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ അടുത്ത് നിങ്ങൾ സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് കള്ളങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് സത്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നിടം വരെ കുറേ തെളിവുകളൊക്കെ നിരത്തി നിങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്,
എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി കംപ്ലീറ്റ്ലി കള്ളമാണ് പറയുന്നത്. നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഒന്ന് കാമായിട്ടിരുന്നിട്ടാവാം, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി വഴക്കിട്ടിട്ടാകാം. ഇവിടെ തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടായിരിക്കുക. ആ ഒരു പിണക്കം ഇന്നത്തെ ദിവസം സോൾവ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ സാമ്പത്തികം സ്പെൻഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എക്സ്പെൻസീവായിട്ടുള്ള എന്തൊക്കെയോ ഗിഫ്റ്റ് കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, തേർഡ് പേഴ്സൺ ഒരുപാട് ഷുഗർ കോട്ടിങ് വേർഡ്സൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് യൂസ് ചെയ്യുന്ന, നിങ്ങൾ തമ്മിൽ, അതായത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സോൾമേറ്റ് കണക്ഷനാണ്, നമുക്ക് കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ ചെയ്യാം. തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. ഈ ഒരു നിങ്ങളുടെ വ്യക്തിയായിട്ട് ഇമോഷണലി കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മധുര സംഭാഷണങ്ങളും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നടത്തിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ആക്ച്വലി ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് യഥാർത്ഥ സ്നേഹം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. ഓരോ സംസാരിക്കുമ്പോഴും ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. പൈസ വാങ്ങിച്ചെടുക്കാൻ, ഇവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ ഇവർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിലും ഇവരെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ടൈപ്പ് റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഇവർക്ക് തന്നെ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് എന്തോ ഒരു അട്രാക്ഷൻ തോന്നിയതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പേഴ്സൺ കൂടാതെ വേറെ ഏതോ സ്ത്രീയാവാം പുരുഷനാവാം അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് മാനസികമായിട്ടൊരു അട്രാക്ഷൻ വന്നതായിട്ട് കാണുന്നുണ്ട്, ന്യൂ സ്പാർക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷേ പുതിയൊരു റിലേഷൻഷിപ്പിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അത് ഇന്നത്തെ ദിവസം കൊണ്ടിട്ട് അവസാനിപ്പിക്കുമായിരിക്കും. അത് ഇനി വരുന്ന റീഡിങ്ങിൽ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഈ ഒരു റീഡിങ്ങിൽ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ടൈം പാസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. ആക്ച്വലി അത് അവർക്ക് തന്നെ മനസ്സിലാവാതെ, അതായത് നല്ല രീതിയിലൊരു മനസ്സിലാക്കാത്ത ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ഒത്തിരി ആൾക്കാരുടെ അടുത്ത്, മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നി, അത് സ്വന്തമായിട്ട് തന്നെ തോന്നുക സ്നേഹമാണെന്ന്, സ്വന്തമായിട്ട് തന്നെ അത് സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് തോന്നുക, അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അവർക്ക് വേണ്ടി കാശ് സ്പെൻഡ് ചെയ്യുക, സ്നേഹിക്കുന്നവരെ ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് തള്ളിക്കളയുക, ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം. അപ്പോൾ ഒരിക്കലും ഇത് നിങ്ങളുടെ അടുത്താവാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്താവാം, അതൊരിക്കലും മനസ്സിൽ നിന്നുള്ള ഒരു പ്രണയമാണെന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. തേർഡ് പേഴ്സൺ ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ യൂസ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും തേർഡ് പേഴ്സണിനെ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അവർക്ക് ഇങ്ങനെ പുതിയ ആൾക്കാരുടെ സ്നേഹം വേണം. സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ എന്തും ചെയ്യുന്നതായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പുതിയ വ്യക്തികൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വരുംതോറും പഴയ ആൾക്കാരെ മറക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു റീഡിംഗ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇന്ന് തേർഡ് പേഴ്സണുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് സാമ്പത്തികം ചിലവാക്കിയിട്ടുണ്ട്. അവർക്ക് എക്സ്പെൻസീവായിട്ടുള്ള ഗിഫ്റ്റ്സ് കൊടുത്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പേഴ്സണ് നിങ്ങളുടെ വ്യക്തിയും അവർ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനായിട്ട് പറയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഇമോഷണലി അറ്റാച്ച്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹ സംഭാഷണം നടത്തിയതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പേഴ്സണിനെ കൂടാതെ മറ്റൊരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. അവരോടൊരു അട്രാക്ഷൻ തോന്നിയതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇന്ന് കള്ളം പറയാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ലാസ്റ്റ് അവർ ഉറങ്ങുന്നതിന് മുന്നേ അവരുടെ മുമ്പിൽ 2 ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആരെ ലൈഫ് ലോങ് തിരഞ്ഞെടുക്കണം, നിങ്ങളുടെ പേഴ്സണിന് ഏറ്റവും സന്തോഷം കിട്ടുന്നത് ആരായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ സംഭവിച്ചത്. നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തുക. അത് ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ആക്കാൻ സാധിക്കുന്നതാണ്. ഒന്നുകിൽ പരിഹാരം ചെയ്ത് സോൾവ് ആക്കാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ആവാം. ഇപ്പോൾ കരിയർ സംബന്ധമായിട്ടോ മണി ബ്ലോക്കേജോ ബ്ലാക്ക് മാജിക്കോ എനർജി ആണെങ്കിൽ തന്നെയും അതും നിസ്സാരമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, പേഴ്സണൽ റീഡിംഗ് എടുത്ത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ബ്ലാക്ക് മാജിക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എപ്പോഴാണോ പരിഹാരം ചെയ്യുന്നത്, പരിഹാരം ചെയ്ത ആ നിമിഷം തന്നെ നിങ്ങളെ ബ്ലാക്ക് മാജിക് ചെയ്ത അവർക്ക് നിങ്ങളെക്കാൾ 100 ഇരട്ടി തിരിച്ചടി കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ 100 മടങ്ങായിരിക്കും ഭഗവാൻ, യൂണിവേഴ്സ് അവരെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ റീഡിംഗ് എടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് പരിഹാരം ചെയ്തിട്ടോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.